ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു എല്ലാവരും? അൽഹംദുലില്ലാ, അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ മക്കളെയൊക്കെ രാവിലെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ നേരെ പാക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് കടയിലേക്ക് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇന്ന് ഞാൻ ഫ്രീ ആണ്. പക്ഷേ രാവിലെ തന്നെ ഞാനിങ്ങ് ഇറങ്ങി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തക്കുട് ഭയങ്കര നിർബന്ധമായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ പാടാ പുറത്തിറങ്ങാനും സാധനം മേടിക്കാൻ വരാനും. അപ്പോൾ പാക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചേച്ചി വേറെ ഏതോ ഓർഡറുള്ള സാധനങ്ങളൊക്കെ എല്ലാം തറയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് ചാക്കിനകത്താക്കുകയാണ്. അപ്പോൾ ഈ ഷോപ്പിൽ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് തിങ്ങി നെരുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഗ്യാപ്പ് പോകാനും വരാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ പൊടിഞ്ഞോന്നൊക്കെ നോക്കിയിട്ടാട്ടോ എടുക്കുന്നത്. എന്താ വെച്ചാൽ പൊടിഞ്ഞു കഴിഞ്ഞാൽ ആ പൊടിയും ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ നേരത്ത് എല്ലാ പൊടിയും കൂടെ പാക്കിനകത്ത് വരില്ലല്ലോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി നമുക്ക് കുറേ ഗ്രാം അങ്ങ് പോകും. അതുകൊണ്ട് പൊടി കുറവുള്ളത് നോക്കി ഞാൻ സെലക്ട് ചെയ്ത് സാധനങ്ങൾ എടുക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഡേറ്റ് നോക്കണം കേട്ടോ. ഞാൻ ഡേറ്റൊക്കെ നോക്കി പുതിയ ഡേറ്റുള്ള ഐറ്റംസ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിത് അവിടെ കൊണ്ട് ചെന്ന് പാക്ക് ചെയ്ത് കടയിലൊക്കെ കൊണ്ടു കൊടുക്കുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകും. പക്ഷേ കടയിൽ നിന്ന് ഇരുന്ന് പോകാൻ താമസം എടുക്കും. അപ്പോൾ കടയിലിരുന്ന് ചീത്തയായി കഴിഞ്ഞാൽ അത് നമ്മളെ അടുത്ത് കംപ്ലയിൻറ്റ് പറയും. എന്താ വെച്ചാൽ നമ്മളിതൊന്നും പ്രൊഡക്ഷൻ നമ്മുടെ അല്ലല്ലോ, നമ്മൾ റീപാക്കിംഗ് അല്ലേ. അപ്പോൾ ഏറ്റവും പുതിയ ഐറ്റം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഡേറ്റിന് നമുക്ക് പരുവത്തിന് കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് ഗോഡൗൺ ഉണ്ട്. അപ്പോൾ ദാണ്ട ഇതാണ് കേട്ടോ ഗോഡൗണ്. ഓരോ കമ്പനിക്കാരും ഓരോ ഐറ്റംസാണ് കേട്ടോ കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ കൊണ്ടുവയ്ക്കുന്ന ഐറ്റംസൊക്കെ ദാണ്ട ഇവിടെയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് എടുത്ത് ആ ഷോപ്പിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ ചെറിയൊരു കടയായതുകൊണ്ട് എല്ലാം കൂടെ വെക്കാനുള്ള സൗകര്യം കുറവാണ്. അപ്പോൾ ദാണ്ട മേളിൽ നിന്ന് ഒരാൾ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം ചിപ്സിൻ്റെ ഇതാട്ടോ. പച്ചക്ക നമ്മൾ ചിപ്സ് വറുക്കുന്നതിൻ്റെ കമ്പനിയാണ്. അങ്ങനെ നമ്മുടെ ഐറ്റംസൊക്കെ എടുത്ത് തീർന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മക്കൾക്ക് കുറച്ച് സ്നാക്സ് കൂടെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത ഐറ്റത്തിൻ്റെയൊക്കെ പൈസയൊക്കെ കണക്കൂട്ടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്യുന്ന അസ്നാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അസ്നാൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പണിയെന്ന് പറയുന്നത് ബോർഡ് കട്ട് ചെയ്ത് കൊടുക്കല കേട്ടോ. അപ്പോൾ അസ്ന പാക്ക് ചെയ്യുന്നുണ്ട് അപ്പുറത്തിരുന്നിട്ട്. പിന്നെ അസ്നായെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ താഴെ വെച്ച് ഈ ബോർഡൊക്കെ കട്ട് ചെയ്തെടുക്കൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഞാൻ ഇവിടെ കിടന്നുരുണ്ടാണ് ഈ ബോർഡെല്ലാം കട്ട് ചെയ്തെടുത്തത്. എങ്ങനെയെങ്കിലും ഒരു പരുവത്തിന് ആ ബോർഡെല്ലാം കട്ട് ചെയ്തെടുത്ത്. പിന്നെ നമുക്ക് സാധനങ്ങൾ തീരുന്നതിനനുസരിച്ചാണ് കേട്ടോ എടുക്കുന്നത്. കൂടുതൽ ഐറ്റംസ് എടുക്കാറില്ല. നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടല്ലോ, പോയി വരുമ്പോൾ കച്ചവടം തീരുമ്പം ബാലൻസ് ഉള്ളതൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് കൊടുക്കാനാകുമ്പോൾ എത്ര വേണമെന്നൊക്കെ നോക്കി അങ്ങനെ ഒരു ഐഡിയ പൂർവ്വം പർച്ചേസ് ചെയ്യും കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് എടുത്തിട്ട് ബാലൻസ് പിന്നെയും ഇരുന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ സ്നാക്സ് ഐറ്റംസ് അല്ലേ, ചില ഈ കടല ഐറ്റംസൊക്കെ ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. ചില കടകളിലൊക്കെ ചെറിയ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഈ റോഡ് സൈഡിലുള്ള കടകളൊക്കെ ഈ പിന്നെ അന്തരീക്ഷത്തിലുള്ള ഈ ചൂട്, അതുപോലെ റോട്ടിൽ നിന്ന് അടിക്കുന്ന ഈ ചൂട്, അപ്പോൾ ഈ നിലക്കടല മസാലക്കടല പോലുള്ള ഐറ്റംസൊക്കെ ഒരു ടേസ്റ്റ് മാറിയിട്ട് കനച്ചൊരു ടേസ്റ്റ് വരാറുണ്ട്. അങ്ങനെ വല്ലപ്പോഴും ഓരോ കടയിൽ നിന്നൊക്കെ ചെറിയ കംപ്ലൈൻ്റൊക്കെ കിട്ടും. അത് പക്ഷേ നമ്മുടെ കുറ്റമോ അത് ചെയ്യുന്നതിൻ്റെ കുറ്റമോ അല്ല. എന്ന് വെച്ചാൽ ഈ റോഡിലെ ചൂടും ഇതൊക്കെ അടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരുന്നതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എപ്പോഴും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല, വല്ലപ്പോഴും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കച്ചവടത്തിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നല്ലതും ചീത്തയും പറയണമല്ലോ, അങ്ങനെ പറഞ്ഞതാണേ. പിന്നെ പുതിയ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് കുറേ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡെയിലി രാത്രി ലൈവിൽ വരുന്നുണ്ട്. എന്തെങ്കിലും പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ ഞാൻ ലൈവ് ഇടാത്തുള്ളൂ, തിരക്കാണെങ്കിൽ മാത്രം. അല്ലാത്ത സമയത്തൊക്കെ ഒരു 8, 8:30, 9 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ലൈവ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആ ലൈവിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ എൻ്റെ ബോർഡെല്ലാം കട്ട് ചെയ്ത് തീർന്ന്, സ്റ്റിക്കറെല്ലാം കട്ട് ചെയ്ത് ഇനിയിപ്പോൾ അതൊക്കെ അതിനകത്ത് ഒട്ടിക്കണം, നൂല് കെട്ടണം, അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ മക്കളെ സ്കൂളിൽ വിളിക്കാൻ പോകാൻ നേരമായി. അപ്പോൾ പെട്ടെന്ന് പോകണം കേട്ടോ. അപ്പോൾ ഞാനിതാണ്ട് കടയത്തേക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുടംപുളിയും സോഡാപ്പൊടിയൊക്കെയാണ്. ഇതെല്ലാം ഇനി ബോർഡിലാക്കണം. ഇനിയിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് വീട്ടിലോട്ട് പോവുക. അപ്പോൾ അസ്ന പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ.
ഇനി ബാക്കി ബോർഡ് നൂല് കെട്ടലും അതാണ്ട് കുറച്ച് ഐറ്റംസൊക്കെ ബോർഡിൽ ഈ സോഡാപ്പൊടിയും കുടംപുളിയൊക്കെ ബോർഡിലാക്കി കൊടുക്കണം. ഞങ്ങളെ കടയിലേക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത ഐറ്റംസൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. മക്കളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ നേരമായിട്ടുണ്ട്. വിളിക്കാനാകുമ്പോഴത്തേക്കും അങ്ങോട്ട് എത്തണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് ധന്യേൻ്റെ ഷോപ്പിലോട്ട് കൂടെ ഒന്ന് കയറണം കേട്ടോ. ധന്യേൻ്റെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അങ്ങനെ താണ്ടെ ഞാൻ ധന്യേൻ്റെ ഷോപ്പിൽ വന്ന് ഞാൻ രാവിലെ പോകാൻ നേരത്ത് ഇവിടെ കയറിയായിരുന്നു. അപ്പോൾ ചീകട കണ്ടപ്പോൾ ധന്യയ്ക്ക് കഴിക്കാനൊരു കൊതി. അങ്ങനെ ഞാൻ ചീകട കൊണ്ടുവന്ന് കൊടുത്തതാണേ. അപ്പോൾ ധന്യൻ്റെ ഷോപ്പിലെ തിരക്കുകളൊക്കെ തീർന്നു. ധന്യയ്ക്ക് താണ്ടെ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഊണിൻ്റെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ ഇതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ മീൻ പൊരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ധന്യയായിട്ട് ഇരുന്നിട്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.